ദാസേട്ടാ ഹംസങ്കാരി ലൂസിഫർ സിനിമ കൊണ്ടിരുന്നുണ്ട്. ദാസേട്ടാ എന്താ ഹംസങ്കാരി ലൂസിഫർ സിനിമ കൊണ്ടിരുന്നുണ്ട്. എന്നത് വെനസ്ഡേ ആണല്ലോ. എനിക്കല്ലേ വെനസ്ഡേ ഓഫാ. അയ്യോ ഞാൻ ഡ്യൂട്ടി നോക്കട്ടെ. ആ എനിക്കന്ന് ഓഫാ. ആണോ? എന്നാ 10-ാം തീയതി? 10-ാം തീയതി. ഞാൻ ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ട്. 4 പേർക്കും ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ചെക്ക് ചെയ്തേ സീറ്റ് അവൈലബിൾ അല്ലേന്ന്. അതന്നെ ഞാൻ 4 പേരെ ചെയ്തിട്ടുണ്ട്. കൺഫേംഡ് ആയോ ടിക്കറ്റ്? ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് ജോജോയോട് പറഞ്ഞാലോ? അത് നല്ല ഐഡിയ ആണല്ലോ. ആ ഫോണ് തന്നെ എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചേക്കാം. ഈ സിനിമ ഇത്ര കളക്കൂട്ട. കാരണം എന്താ പറയുമ്പോ നാട്ടിൽ നിന്ന് പോയ എന്നെ മിനിയാതെ ഫ്രണ്ട്സ് വിളിച്ചിട്ടായി. നാട്ടില് ഭയങ്കര റിവ്യൂ ആ. തിയേറ്ററൊക്കെ ഫുള്ളാ. കാരണം പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ, മോഹൻലാലിന്റെ ആക്ടിങ്, മഞ്ജു വാര്യര്, അതിന് ഫാസിലെ പണ്ടത്തെ ഫസ്റ്റ് അതിലൊക്കെ ഡാഡി പുള്ളി അഭിനയിക്കുന്നുണ്ട്. അടിപൊളി. അത് മാത്രല്ല നമുക്കൊക്കെ ഒരു ഭാഗ്യമാണ് ഇത്ര നല്ല സിനിമ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അത് നമ്മുടെ ഏറ്റവും ഒരു ഭാഗ്യ. ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ എനിക്ക് ഓഫ് കിട്ടിയത് വളരെ നന്നായി. ഞാൻ ഇപ്പൊ തന്നെ ജോജനെ വിളിക്കാം. ഹലോ ഹലോ നമസ്കാരം. ജോജോ അല്ലേ? അതെ ജോജോ ആണല്ലോ. എന്നെ മനസ്സിലായോ? ഞാൻ ദേവദാസ്. ആ ദേവദാസേ പറ. ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാൻ വിളിച്ചാണേ. അവിടെ ഹംസം ഒരു ലൂസിഫർ സിനിമ കൊണ്ടിരുന്ന അറിഞ്ഞിരുന്നോ? അതിനെ പറ്റി നല്ല റിവ്യൂ ആണല്ലോ ജോജോ. ജോജോന് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ? എടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു അത്. ആണോ? ചെയ്തു കളഞ്ഞേക്കാം. ശരി ഓക്കെ. ജോജോ പറഞ്ഞോ എടുക്കാന്ന്? സമ്മതിച്ചോ? ജോജോ സമ്മതിച്ചു. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഫോൺ കോളാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു ആശയം തന്നത്. ലൂസിഫർ സിനിമ വരികയാണ്. ഓസ്ട്രേലിയയിലെ എല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലൂസിഫർ സിനിമയെപ്പറ്റി ധാരാളം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലും ടി വിയിലും ന്യൂസ് പേപ്പറിലുമൊക്കെ ഇതിനെപ്പറ്റി ചർച്ചയാണ്. ആ സിനിമയുടെ കഥയെപ്പറ്റിയോ അതിൻ്റെ ഒരു റിവ്യൂ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഓസ്ട്രേലിയയിൽ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിൽ എങ്ങനെയാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുക, ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ പുറകിലത്തെ അധ്വാനം എന്തുമാത്രമുണ്ട്, ഇതൊക്കെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം എനിക്ക് തോന്നുന്നത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിയുക അജീഷിനാണ്. അജീഷ് ഇവിടുത്തെ ഒരു മലയാളി അസോസിയേഷനുണ്ട് ഞങ്ങളുടെ, അതിൻ്റെ പ്രസിഡൻ്റാണ്. നമുക്ക് അജീഷിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നമുക്കറിയേണ്ട കാര്യങ്ങളെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. അജീഷിൻ്റെ വീടാണ്. നമുക്ക് അജീഷിനെ ഒന്ന് വിളിക്കാം. Please come, please.
ഇത് അജീഷ് തോമസ്, ന്യൂകാസിലെ മലയാളി അസോസിയേഷനായ ഹംസം, ഹണ്ടർ മലയാളി സമാജം, അതിന്റെ കഴിഞ്ഞ 2 വർഷമായിട്ട് അജീഷ് പ്രസിഡന്റാണ്. ഈ മലയാളി അസോസിയേഷന് ന്യൂകാസിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനെ കൂടാതെ കൂടുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഇതിൽ മെമ്പേഴ്സാണ്. ഇവര് ന്യൂകാസിൽ മാത്രമല്ല ഓസ്ട്രേലിയക്ക് വെളിയിലും പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു സംഘടനയാണ്. ന്യൂകാസിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പുറമെ കൾച്ചറൽ ഇവന്റ്സ്, സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ അജീഷിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന സംഘടിപ്പിച്ച് പോരുകയാണ്. വളരെ വിജയകരമായിട്ട്, വളരെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഒരു സംഘടനയാണ് ഈ ഹംസം. ഞാനിവിടെ എത്തിയിരിക്കുന്നത് അജീഷിനോട് ഒരു പ്രത്യേക കാര്യം ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഹംസം എന്ന സംഘടന കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലയാള സിനിമകൾ, ഇന്ത്യൻ സിനിമകളാണ് അതിൽ ഏറ്റവും കൂടുതൽ മലയാളം സിനിമകൾ റിലീസിങ് തൊട്ടുപുറകെ, അതായത് അധികം താമസിക്കുന്നതിന് മുമ്പ്, ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിക്കുകയും ഞങ്ങളെ കാണിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും നാട്ടിലുള്ള എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഞാൻ കായംകുളം കൊച്ചുണ്ണി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നത്? ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണോ, പൈറേറ്റഡ് വേർഷൻ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ളൊരു ഉത്തരമാണ് അജീഷിൽ നിന്ന് നമ്മൾ ചോദിച്ചറിയുക. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ഒരു രീതിയിലല്ല സിനിമ കാണുന്നത്. ഈ സിനിമ ഇവിടെ എത്തിച്ച് തിയേറ്ററിലുള്ള പ്രദർശനമാണ് ഇവിടെയുള്ള എല്ലാവരും പോയി കാണുന്നത്. അപ്പോൾ അതിന് പിന്നിലുള്ള പ്രയത്നത്തെ കുറിച്ച് നമുക്ക് അജീഷിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അജീഷ്. നമസ്കാരം. അപ്പോൾ അജീഷ്, ഞങ്ങൾക്കറിയേണ്ടത് ഈ 28-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമയാണ് ലൂസിഫർ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ പ്രദർശനം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കേരളത്തിൽ നിന്നും എങ്ങനെയാണ് അത്രയും ദൂരെ ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്? ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയാണോ? അതായത് ഉദ്ദേശിച്ച് നമ്മുടെ മലയാളി അസോസിയേഷൻ, അതോ ഇതിനുള്ള കമ്പനീസ് വേറെ ഉണ്ടോ? അവരെവിടെയാണ്? അതിന്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇവിടെ ഓസ്ട്രേലിയയിൽ ലൂസിഫർ എന്ന മൂവി കൊണ്ടുവരുന്നത് നന്മ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി ശരിക്കും ഏഷ്യ പസഫിക്, ഓൾ ഏഷ്യ പസഫിക്കിലായിട്ടാണ് ഈ മൂവി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവരാണ് ഇത് ഓവർസീസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ പല കമ്പനികളുണ്ട്. അതിലൊന്നും വൺ ഓഫ് ദ ബിഗ് കമ്പനിയാണ് നന്മ ഇന്റർനാഷണൽ. അത് മെൽബൺ ബേസ്ഡ് ഒരു കമ്പനിയാണ്. അവർ നമ്മളെ ബന്ധപ്പെടും. അവർ ഒരു മൂവി എടുക്കുമ്പോൾ അവർ നമ്മളെ ബന്ധപ്പെടുകയും നമുക്ക് ഇഷ്ടമുള്ള മൂവിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ മൂവിക്ക് പ്രൈസ് ഫിക്സ് ചെയ്ത് നമ്മൾ മൂവി എടുക്കുകയാണ് ചെയ്യുന്നത്. ലൂസിഫർ പോലുള്ള ഒരു മൂവി, ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയും ഒരു ഹൈപ്പ് മൂവി ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ പണം കൊടുത്ത് അത് എടുക്കേണ്ടി വരും. കാരണം അവർ കൂടുതൽ പണം മുടക്കിയാണ് ഈ മൂവി ഓവർസീസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മൂവിയിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് ഈ അഭിനയിക്കുന്നത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ ആദ്യത്തെ മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓവർസീസ് ആയിട്ട് റൈറ്റിംഗ് കിട്ടാനായിട്ട് ഒരുപാട് പണം അവർ മടക്കിയിട്ടുണ്ടെന്ന് അവർ നമ്മളെ അറിയിച്ചു. നമ്മൾക്ക് വേണമെങ്കിലും നേരിട്ട് ഈ ഓവർസീസ് ആയിട്ട് എടുക്കാവുന്നതാണ്, ഹംസം പോലുള്ള സംഘടനയ്ക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ നല്ലത് നമ്മളത് കൂടുതൽ റിസ്ക് ആയിരിക്കും. നമ്മൾ പിന്നെ വിതരണം ചെയ്യണം ഓസ്ട്രേലിയയിൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വലിയ കമ്പനികൾ എടുക്കുന്ന മൂവികൾ നമ്മൾ ഇവിടത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പല കമ്പനികളുണ്ട്. ഓസ്ട്രേലിയയിൽ വൈഡായിട്ട് പല കമ്പനികളുണ്ട് ഇങ്ങനെ ഓവർസീസ് ആയിട്ട് എഴുതി വാങ്ങിക്കുന്നത്. മാസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന മെൽബൺ ബേസ്ഡ് ഒരു കമ്പനിയുണ്ട്. PCC ഈവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി കുളമംഗലുണ്ട്. സൈബർ സിസ്റ്റമാണ് കൂടുതൽ മൂവികൾ ഇന്ത്യയിൽ നിന്ന് എത്തിക്കുന്നത്. ചിലപ്പോൾ സൈബർ സിസ്റ്റം ആയിരിക്കും മൂവികൾ ഇവിടെ എത്തിക്കുന്നതും അവിടെ നിന്ന് സബ് കോൺട്രാക്ട് നന്മ ഇന്റർനാഷണൽ ഒക്കെ എടുക്കാറുണ്ട് ചില മൂവികളിൽ. പക്ഷേ അത് അവരിൽ നിന്നാണ് നമ്മൾ മൂവി ഇവിടെ എത്തിക്കുന്നത്. അജീഷ്, അടുത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്, നേരത്തെയൊക്കെ ഈ സിനിമകൾ വന്നുകൊണ്ടിരുന്നത് ടൗണിനുള്ളിലുള്ള ഒരു കോംപ്ലക്സിലായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം 10-35 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്തുള്ള ഒരു തിയേറ്ററിലാണ് ഇവർ ഷോസ് അറേഞ്ച് ചെയ്തത്. അത് എന്തുകൊണ്ടാണ്? പിന്നെ ഈ തിയേറ്റർ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? അത് നമ്മൾ നേരത്തെ ന്യൂകാസിൽ സിറ്റിക്കകത്തുള്ള ഒരു തിയേറ്ററിലാണ് നമ്മൾ ഈ മൂവി നടത്തിക്കൊണ്ടിരുന്നത്. അത് പക്ഷേ ഭയങ്കര ആ തിയേറ്ററിന് എക്സ്പെൻസീവ് ആയിരുന്നു. അതിന്റെ റെന്റ് എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മളവരോട് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളപ്പോൾ നമ്മുടെ കമ്മിറ്റി തീരുമാനിച്ചു, നമ്മുടെ അഫോർഡബിൾ ആയിട്ട് നമ്മുടെ ആൾക്കാർക്ക് മൂവി കാണാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ പാർട്ടിസിപ്പേഷൻ കിട്ടുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു നല്ല ഒരു തിയേറ്റർ
നമുക്ക് ഇച്ചിരി ചീപ്പ് റേറ്റിൽ കിട്ടുമോ എന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ സ്കോട്ടി സിനിമാസ് റൈമണ്ട് റസിൽ നമ്മൾ കണ്ടെത്തിയത്. അവിടുത്തെ ജനറൽ മാനേജറുമായിട്ട് നേരിട്ട് പരിചയപ്പെട്ട് അവരുമായിട്ട് പല മീറ്റിങ്ങുകളും നടത്തി അവരോട് നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ അവർ നമ്മുടെ സംഘടനയ്ക്ക് ഒരു നല്ലൊരു പ്രൈസിൽ അടുത്ത 2 വർഷക്കാലത്തേക്ക് നമുക്കൊരു കോൺട്രാക്ട് നല്ലൊരു പ്രൈസിൽ അവർ നമ്മുടെ സംഘടനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും നമ്മുടെ ഒരു ഇന്ത്യൻ സംഘടനയാണെന്നും നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് ഈ മൂവി നടത്തുന്നതെന്നും ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കൂടുതൽ പ്രാധാന്യം ഉള്ളപ്പോൾ അവർക്ക് ബെനിഫിറ്റാണ്, അവർക്ക് ബിസിനസ്, അവരുടെ തിയേറ്ററിൽ ബിസിനസ് നടക്കും. അതോടൊപ്പം തന്നെ നമുക്കും കൂടുതൽ ആൾക്കാർ വരുമ്പോൾ കുറഞ്ഞ തുകയ്ക്ക് ആണ് നമ്മൾ ടിക്കറ്റ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാം $12 ടിക്കറ്റ് കൊടുക്കുന്ന ഒരേ ഒരു സംഘടന ഹംസം ന്യൂകാസിൽ തന്നെയാണ്. അത് നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെ ഈ സ്കോട്ടി സിനിമാസ് പോലുള്ള സിനിമയിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, മൂവി തരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നന്മ ഇന്റർനാഷണൽ പോലുള്ള മൂവി അവരോട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അവർ അണ്ടർസ്റ്റാൻഡബിൾ ആണ് നമ്മളുടെ പ്രശ്നം. നമ്മളൊരു സംഘടനയായതുകൊണ്ട് നമ്മളെ അവർ കൺസിഡർ ചെയ്യാറുണ്ട്. നമുക്ക് അധികം ആൾക്കാർ ഇല്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ $12 മൂവി കൊടുക്കുന്നത് തന്നെയല്ല, നമ്മൾ 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് മൂവി കാണാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സിനിമകളിലും ഒരുപാട് ആൾക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ചെറിയ ലാഭമാണെങ്കിലും നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം നമ്മുടെ സമൂഹത്തിന് ചെയ്തു എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അണ്ടർ മലയാളി സമാജം ഇങ്ങനെ മൂവി ഇത്രയും ചീപ്പായിട്ട് ഇവിടെ നടത്തുന്നത്. ഇത് നമുക്ക് സാധിക്കുന്നത് ഈ ഒരു കാര്യം, നമുക്ക് തിയേറ്ററിൽ നമുക്ക് ഈ സ്കോട്ടി സിനിമാസിൽ അവര് ചീപ്പായിട്ട് നമുക്ക് തരാൻ തയ്യാറായതുകൊണ്ടും അതോടൊപ്പം തന്നെ എല്ലാ മൂവികളും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ തരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇവിടുത്തെ മൂവി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അത് ദൈവാനുഗ്രഹം നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. നമ്മുടെ ആൾക്കാരെ കൂടുതൽ മൂവി കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ, ഇങ്ങനെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ മൂവി കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അജീഷ് സൂചിപ്പിച്ചു ഇതൊരു ഗെറ്റ് ടുഗദറിനുള്ള അവസരമാണെന്ന്. അത് തികച്ചും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം നിങ്ങൾക്കറിയാം, എല്ലാവരും ഇവിടെ തിരക്കുള്ള ഒരു ജീവിതം നടത്തുന്ന ആൾക്കാരാണ്. ജോലി തിരക്കുകളുണ്ട്, ഫാമിലിയുടേതായ എൻഗേജ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വേദികളിലാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുവാനും നമ്മുടെ പരിചയം പുതുക്കാനും സൗഹൃദം പുതുക്കാനും ഫ്രണ്ട്സുമായിട്ടൊന്ന് ഒത്തുചേരുവാനുമുള്ള ഒരു വേദി കൂടിയാണ് ഈ തിയേറ്റർ കോംപ്ലക്സ്. ശരിക്കും ഞങ്ങളൊരു ഉത്സവം പോലെയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങളെ നോക്കിക്കാണുന്ന ഒരു ദിവസമാണ് ഈ വരാൻ പോകുന്നത്. അടുത്തതായി നമുക്ക് അറിയാനുള്ളത് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ്, അതായത് ഇതിന്റെ ഒരു സിനിമ അറേഞ്ച് ചെയ്തു കഴിയുമ്പോൾ മറ്റുള്ള ജനങ്ങളിലേക്ക് അതിനുള്ള മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, പിന്നെ ആൾക്കാർ എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യുന്നത്, ടിക്കറ്റ് എടുക്കുന്നത്, തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും സംവിധാനമുണ്ടോ, ഇതൊക്കെ നമുക്ക് ഒന്ന് അജീഷിനോട് ചോദിക്കാം. അജീഷ്, ഞാനിപ്പോൾ ചോദിച്ച കാര്യത്തെ പറ്റി ഒന്ന് പറയാനില്ലേ? ആൾക്കാർ വളരെ പ്രയോജനകരമാണ്, എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണിത്. തീർച്ചയായും നമ്മൾ മൂവി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ മൂവി അഡ്വർടൈസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് പോസ്റ്റർ ഒട്ടിച്ച് ഒരു മൂവി ഇവിടെ ഓസ്ട്രേലിയയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയാണ് മെയിനായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നമുക്ക് ഹംസത്തിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മൾ അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുന്നു. അതോടൊപ്പം നമുക്ക് ഇമെയിൽ ഉണ്ട്. എല്ലാവരുടെയും ഇമെയിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഇമെയിൽ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ മൂവി ഇവിടെ ഹംസം ന്യൂകാസിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓൾ ഓസ്ട്രേലിയത്തെ മൂവി നടത്തുന്ന എല്ലാവരും തന്നെ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് അഡ്വർടൈസ് ചെയ്ത് ആൾക്കാരെ എത്തിക്കുന്നത്. അത് എല്ലാവരും തന്നെ അതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. മൂവി കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം അതിൽ ഈ ഫേസ്ബുക്ക് പേജ് വഴി അവർക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ സ്പോൺസേർഡ് ലിങ്കുകളൊക്കെ വഴിയാണ് നമുക്ക് ഹംസത്തിന് അതിന്റെ ആവശ്യമില്ല. ഹംസത്തിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അതിൽ വഴി നമുക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടാറുണ്ട്. പക്ഷെ മറ്റ് ചില ഈ മൂവി റിലീസ് ചെയ്യുന്ന സിഡ്നി പോലുള്ള സ്ഥലങ്ങളിൽ അവർ സ്പോൺസേർഡ് ലിങ്ക് വഴി, അതായത് നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ എക്സ്ട്രാ പേ ചെയ്ത് സ്പോൺസേർഡ് ലിങ്ക് വഴി മലയാളം കാണുന്ന ആൾക്കാർക്ക്, മലയാളം ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് എക്സ്ട്രാ പേ ചെയ്തുകൊണ്ട് സ്പോൺസേർഡ് ലിങ്കായിട്ട് എപ്പോഴും എല്ലാ ദിവസവും തന്നെ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അതിന്റെ പരസ്യം കാണാനുള്ള ഒരു അവസരം അവർ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബുക്കിംഗ്, നമ്മുടെ നാട്ടിലെ പോലെ അവിടെ വന്നുള്ള ബുക്കിംഗ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ട്രയൽ ബുക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഓൺലൈൻ സിസ്റ്റമാണ് നമ്മുടെ കമ്മിറ്റി കയറിയപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിച്ചതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എടുക്കുന്ന ഉപഭോക്താവിനും ഗുണം, ഈ കമ്മിറ്റിക്കാർക്കും, അതായത് അറേഞ്ച് ചെയ്യുന്ന കമ്മിറ്റിക്കാർക്കും വളരെയധികം സമയം ലാഭിക്കുവാൻ. ഇവിടുത്തെ നിങ്ങൾക്കറിയാം നമ്മളെല്ലാം തിരക്കുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ സിസ്റ്റം വഴി ആണ് നമ്മൾ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ടിക്കറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുന്നത്.
ഈ ഓൺലൈൻ സിസ്റ്റം വഴി നമുക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെറിയൊരു എമൗണ്ട്, നമ്മൾ ഈ ഹാംസം ന്യൂകാസിൽ ചെറിയൊരു എമൗണ്ട് ഈ ഓൺലൈൻ സിസ്റ്റത്തിൽ നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടിക്കറ്റ് എടുക്കുമ്പോഴും നേരത്തെ അത് 30 സെന്റ് ആയിരുന്നു അവർ ഒരു ടിക്കറ്റിന് ചാർജ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 50 സെന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും ആൾക്കാർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇതിനകത്തുള്ളത് കൊണ്ട് ഇത് വളരെ പ്രയോജനമുള്ള ഒരു സിസ്റ്റമാണ് ഓൺലൈൻ സിസ്റ്റം. അത് സമയം കൺസ്യൂം ചെയ്യില്ല, എടുക്കുന്ന ആൾക്കും വിളിച്ചു ചോദിക്കേണ്ട. അപ്പൊ അങ്ങനെയുള്ള വളരെ നല്ലൊരു സിസ്റ്റമാണ് ഓൺലൈൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ടിക്കറ്റ് സെയിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ വന്നു കഴിയുമ്പോൾ ടിക്കറ്റ് ഇല്ല എന്നുള്ള ഒരു സിസ്റ്റം അവർക്ക് ഓൺലൈനിൽ തന്നെ നോക്കിയിട്ട് അവർക്ക് വരാം. അവിടെ മൂവി ഫുൾ ആയെങ്കിൽ അവർക്ക് മൂവി ഇല്ലാന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഓൺലൈൻ സിസ്റ്റം നോക്കുമ്പോൾ. അങ്ങനെ ആൾക്കാരുടെ സമയവും നമ്മുടെ സമയവും എല്ലാം കൂടെ നോക്കുമ്പോൾ വളരെ നല്ലൊരു സിസ്റ്റമാണ് ഈ ഓൺലൈൻ സിസ്റ്റം. അജീഷ്, അടുത്ത ചോദ്യം, ഈ ഒരു ലൂസിഫർ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നതും ലൂസിഫർ സിനിമയാണ്. അപ്പോൾ ഈ ലൂസിഫർ സിനിമയ്ക്ക് പബ്ലിക്കിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? നിങ്ങൾ ഇപ്പോഴും സീറ്റ്സ് വേക്കന്റ് ആണോ, അതോ എങ്ങനെയാണ് ഇതിന്റെ ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടുന്നത്? തീർച്ചയായും ഇത് ഭയങ്കര രസകരമായ ഒരു സംഭവമാണ് ചോദിച്ചത്. കാരണം ലൂസിഫർ എന്ന സിനിമ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് അഡ്വർടൈസ് ചെയ്തത്. ഫേസ്ബുക്കിൽ മാത്രം അഡ്വർടൈസ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം മുഴുവൻ സീറ്റുകളും ഒരു ദിവസം 24 hours ഫില്ലായി എന്ന് അഭിമാനത്തോടെ പറയട്ടെ. വളരെ സന്തോഷമുള്ള ആ കാര്യത്തിൽ. കാരണം പിന്നെ ആൾക്കാർ നമ്മളെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് തീർന്നു പോയോ എന്നൊക്കെ. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ, ഫ്രണ്ട് റോയിൽ മാത്രമേ സീറ്റുകൾ ഇനി മിച്ചമുള്ളൂ. പക്ഷേ അത് ഹൗസ്ഫുൾ ആവുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മൂവിയുടെ ഒരു ഭയങ്കരമായ ഒരു നല്ല മൂവിയാണെന്ന് എല്ലാവരും എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുപോലെ സൂപ്പർ സ്റ്റാറായ നമ്മുടെ മോഹൻലാലാണ് ഇതിന് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ആദ്യത്തെ മൂവിയാണ്. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഇറങ്ങുന്ന നല്ലൊരു മൂവി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആൾക്കാർ. ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കുടുംബവും ഞാനും നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മൂവിയാണിത്. നമ്മൾക്ക് കാണാൻ കൊതിയാകുന്ന ഒരു മൂവി. അതായത് പൃഥ്വിരാജിനെ കൊണ്ട് ഒരു വളരെ ടാലന്റഡ് ആയിട്ട് ഒരു വ്യക്തി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു മൂവി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ന്യൂകാസിൽ അഡ്വർടൈസ് ചെയ്ത് 24 hours മുഴുവൻ സീറ്റുകളും ഏകദേശം ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു ഷോയുടെ നടത്തണോ എന്ന് നമ്മൾ കമ്മിറ്റിക്കാർ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മൂവി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മൂവി റിലീസ് ആകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ വേണമെങ്കിൽ ഒരു മൂവി ഒരു ഷോയോട് നടത്തേണ്ട അവസ്ഥ വരണമെങ്കിൽ നമ്മൾ നടത്തിയിരിക്കുന്നതായിരിക്കും. അതാണ് ഈ മൂവിയുടെ റെസ്പോൺസ് ചെയ്താൽ വളരെ നല്ല റെസ്പോണ്ട്. ഈ മൂവിക്കാണ് ഏറ്റവും വലിയ റെസ്പോണ്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇതിന് മുമ്പ് കിട്ടിയ ഒരു മൂവി എന്ന് വെച്ചാൽ ഒടിയൻ എന്ന മൂവിക്കായിരുന്നു നമ്മൾ നേരത്തെ അഡ്വർടൈസ് പെട്ടെന്ന് തന്നെ മൂവിയുടെ ടിക്കറ്റ് വിറ്റുപോയത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഓൺലൈൻ സിസ്റ്റം വന്നതോടുകൂടി എല്ലാവരും തന്നെ എനിക്ക് ഒരു പക്ഷേ പെട്ടെന്ന് മൂവി ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എല്ലാവർക്കും മൂവി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വളരെ ചീപ്പാണ് മൂവി. അപ്പം എല്ലാവരും ആദ്യമേ തന്നെ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മൂവിയുടെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയത്ത് നന്ദിയും അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലൂസിഫർ ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അജീഷ്, അടുത്തറിയാം ഇതിന്റെ ഒരു ടിക്കറ്റ് നിരക്കാണ് വളരെ പ്രൈസി ആണോ അതോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിക്കറ്റ് റേറ്റ് ആണ് നിങ്ങൾ ഇതിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇതിന് മാത്രമല്ല പൊതുവെയുള്ള എല്ലാ സിനിമകൾക്കും. സാധാരണ നമ്മൾ ഈ ഹാംസം ന്യൂകാസിലാണ് അഭിമാനത്തോടെ പറയട്ടെ, ഹാംസം ന്യൂകാസിലാണ് ഓൾ ഓസ്ട്രേലിയയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് മൂവിയിലെ ടിക്കറ്റ് നിരക്കിൽ നമ്മൾ വിൽക്കുന്നത്. നമ്മളാണ് ഏറ്റവും ചീപ്പായിട്ട് ടിക്കറ്റ് നൽകുന്നത്. നമ്മളൊരു മൂവിക്ക് ഹംസം മെമ്പർഷിപ്പ് എടുക്കുന്ന മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വെറും $12 മാത്രമാണ് നമ്മൾ ടിക്കറ്റ് നിരക്ക് മെമ്പേഴ്സ് എടുക്കുന്നത്. നോൺ മെമ്പേഴ്സിനാണ് $15 ആണ് നമ്മൾ അത് വെച്ചത്. ഇന്ത്യൻ മണി പറയുമ്പോൾ ഒരു 500 മെമ്പേഴ്സിന് ₹500 ആണ്. നമ്മൾ നാട്ടിലൊരു സിനിമ കാണണമെങ്കിൽ ഇപ്പൊ അതിൽ കൂടുതൽ പൈസ ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് ഫ്രീ 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് പ്രദർശനം നടത്തുന്നത് മൂവി. അപ്പോൾ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം ഇപ്പൊ എന്നെ പോലെ ഒരു ചെറിയൊരു കുടുംബം, എനിക്ക് 2 കുട്ടികളാണുള്ളത്. 10 വയസ്സ് താഴെയുള്ള 2 കുട്ടികളാണുള്ളത്. അപ്പൊ ഞാൻ എന്റെ കുടുംബമായിട്ട് മൂവി കാണാൻ പോവുകയാണെങ്കിൽ എനിക്ക് $24 മാത്രമേ ആകുന്നുള്ളൂ ഒരു മൂവി കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പൈസ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ പോയി ഒരു കുടുംബം ഫുള്ളായിട്ട് ഒരു മൂവി കാണുമ്പോൾ അത് കൂടുതൽ പൈസ നാട്ടിൽ അവർക്ക് മടക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഹംസം അത് കൺസിഡർ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് മൂവി കൊടുത്താൽ നമുക്ക് കൂടുതൽ ആൾക്കാരുടെ പ്രാതിനിധ്യം നമ്മുടെ മൂവിയിൽ കിട്ടും. അപ്പൊ ഇത് ശരിക്കും നമ്മൾ സോഷ്യൽ ഇവന്റ് ആയിട്ടാണ് നമ്മൾ മൂവി ഇവിടെ നടത്തുന്നത്. കാരണം നമുക്കെല്ലാവരും ഗെറ്റ് ടുഗദർ പോലെ ഒന്ന് കാണുവാനും പിന്നെ ഒരു പോപ്കോണൊക്കെ തിന്ന് സന്തോഷിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ മൂവി. അതാണ് നമ്മൾ ഹംസം കമ്മിറ്റി കൺസിഡർ ചെയ്തത്.
എത്രത്തോളം ചീപ്പായിട്ട് കൊടുത്താൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടാം. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, എല്ലാ ഹംസം ഈ കമ്മിറ്റി കൊണ്ടുവന്ന എല്ലാ മൂവികളും വളരെ നല്ല പ്രാതിനിധ്യം, ജനങ്ങളുടെ പ്രാതിനിധ്യം നന്നായിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക മൂവികളും ഹൗസ്ഫുൾ ആയിരുന്നു. അത് വളരെ സന്തോഷം. അത് ഒരുപക്ഷെ നമ്മൾ ഇത്രയും ചീപ്പായിട്ട് കൊടുത്തോണ്ടാണ്. പക്ഷെ ലൂസിഫർ പോലുള്ള ഈ മൂവി ഹൈ ബഡ്ജറ്റ് മൂവി ആയതുകൊണ്ട് മാത്രം നമ്മൾ ഓവർസീസ് റേറ്റ് ഭയങ്കര റേറ്റിൽ അവരെ എടുത്ത നന്മ ഇന്റർനാഷണൽ എടുത്ത സിനിമ ആയതുകൊണ്ട് മാത്രം നമ്മളും അവർക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ഇതിന് മാത്രം ടിക്കറ്റ് നിരക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിന് മെമ്പേഴ്സിന് $15 $3 കൂട്ടി $15, നോൺ മെമ്പേഴ്സിന് $18 ഈ മൂവിക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു $8 നമ്മൾ ചാർജ് ചെയ്യുന്നു. ഇത് ഈ ഒരു മൂവിക്ക് വേണ്ടി മാത്രമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചില മൂവികൾ ഹൈ ബഡ്ജറ്റ് മൂവിയാണ്. നമ്മളപ്പോൾ ഈ മൂവി ഓടിക്കണമെന്നെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാതെ ഓടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പം സിഡ്നിയിലൊക്കെ പോയി ഒരു മൂവി കാണണമെങ്കിൽ ഒരു ടിക്കറ്റിന് $20 ഒക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. കുട്ടികൾക്ക് $18 ആണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഹംസം വളരെ അഫോർഡബിൾ ആയിട്ട് ഒരു കുടുംബത്തിന് അഫോർഡബിൾ ആയിട്ട് വന്ന സിനിമ കാണുന്ന രീതിയിൽ വളരെ ചീപ്പ് റേറ്റിലാണ് നമ്മൾ ടിക്കറ്റ് സെയിൽ ചെയ്യുന്നത്. അജീഷ്, ഞാൻ മോഹൻലാലിന്റെ വലിയൊരു ഫാനാണ്. എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും മോഹൻലാൽ എന്ന നടൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അജീഷ് എങ്ങനെയാണ് ഈ മോഹൻലാലിന്റെ സിനിമയെ വ്യക്തിപരമായിട്ട് നോക്കി കാണുന്നത്? പ്രത്യേകിച്ച് ഈ ലൂസിഫർ എന്ന സിനിമയെ, അതാണ് നമുക്കറിയേണ്ടത്. അടുത്തതായിട്ട് ജോർജ് ചേട്ടൻ പറഞ്ഞ പോലെ ഞാനും മോഹൻലാലിന്റെ വളരെ വലിയ ഫാനാണ്. എൻ്റെ കൊച്ചിലെ തൊട്ടേ മോഹൻലാലാണ് മോഹൻലാലിന്റെ ഒരു ബിഗ് ഫാനാണ് ഞാൻ. അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ എല്ലാ മൂവികളും മിക്ക മൂവികളും ഞാൻ കാണാറുണ്ട്. പഴയ മൂവികളൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിൽ ഓടി നടക്കുന്ന കുറെ മൂവികളുണ്ട് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ഈ ഞങ്ങളുടെ കമ്പനി കയറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ മോഹൻലാൽ മൂവികളാണ് ഒരുപക്ഷെ കൂടുതൽ മൂവി അന്നേരമാണ് വന്നത്, അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്നാലും മോഹൻലാലിനോട് എനിക്ക് ഭയങ്കര ആരാധനയാണ്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ മൂവിയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ മൂവി. പൃഥ്വിരാജ് വളരെ കഴിവുള്ള ഒരു നടനാണ്, വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു വളരെ ടെക്നിക്കൽ ഡിഫറൻസ് ഈ മൂവിയിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ മുരളി ഗോപിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പഴയ മൂവികളെല്ലാം നമുക്ക് കാണാം. മുരളി ഗോപി സ്ക്രിപ്റ്റ് ചെയ്ത പഴയ മൂവികളെല്ലാം വളരെ ഹിറ്റായ മൂവികളാണ്. പിന്നെ മോഹൻലാലിന്റെ ഒരു ബിഗ് കോമ്പിനേഷൻ, മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി ഒരു ബിഗ് കോമ്പിനേഷൻ ഈ മൂവിയിൽ എന്തായാലും പ്രതിഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ് ഈ മൂവിയാണ്. ഇതിനകത്ത് ഒരുപാട് നല്ല നടന്മാരെ വെച്ചാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു കാസ്റ്റ് എങ്ങനെ ചെയ്തെന്ന് തന്നെ എനിക്ക് തന്നെ അതിശയം തോന്നുന്നു. ഒരുപക്ഷെ അത് പൃഥ്വിരാജിന്റെ ആദ്യത്തെ മൂവി ആയതുകൊണ്ടും അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും ആയിരിക്കാം ഇത്രയും വലിയ ഒരു കാസ്റ്റ് ഈ മൂവിയിൽ. നമുക്ക് ഒരുപാട് നടിമാരെ ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ ഞാൻ ഈ മൂവിയെ കാണുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഈ മൂവി. വളരെ പ്രതീക്ഷയോടെ ഏറ്റവും വൻ വിജയമാണ് ഈ 2019 ഒരു ഹിറ്റ് മൂവിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മൾ അജീഷിനോട് നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അജീഷിന് ഞാൻ വളരെയധികം നന്ദിയുണ്ട്. കാരണം ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ അജീഷിനും അജീഷിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളെ ആശംസകൾ നേരുന്നു. അജീഷ് ഇതിലും കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു അജീഷ്. താങ്ക്സ് വെരി മച്ച്. അജീഷ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ. ഓക്കെ. നമ്മൾ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ കാത്തിരുന്ന ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഇന്ന് ഓസ്ട്രേലിയയിലെ ഈ സിനിമാ തിയേറ്ററിൽ ലൂസിഫറിൻ്റെ പ്രദർശനം നടക്കുകയാണ്. ഈ സിനിമ വന്നിട്ട് ഏകദേശം 10-12 ദിവസമായി. നാട്ടിൽ റിലീസ് ചെയ്ത അതേ ദിവസം തന്നെ ഇവിടെ ഷോസ് ആരംഭിച്ചു. എല്ലാ സ്ഥലത്തു നിന്നും വളരെ നല്ല ഒരു കളക്ഷനാണ് ഈ സിനിമയ്ക്ക് കിട്ടിയത്. കളക്ഷൻ മാത്രമല്ല, ആൾക്കാരുടെ അഭിപ്രായവും വളരെ നല്ല അഭിപ്രായമാണ്. റിവ്യൂസായിട്ടും കമൻസായിട്ടും ഒക്കെ ഫീഡ്ബാക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും എല്ലാവരും വളരെ ആവേശത്തിലാണ്. പ്രതീക്ഷകൾ വളരെയധികം ഉയരത്തിലാണ്.
വളരെ നാളുകൾക്ക് ശേഷം ഒരു നല്ല സിനിമ കാണുവാൻ സാധിക്കുന്നു എന്നൊരു സന്തോഷം മനസ്സിലുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇൻ്റർവ്യൂവിൽ അജീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഷോ ഹൗസ്ഫുള്ളായി കഴിഞ്ഞു. ധാരാളം ആൾക്കാർ ഇനിയും സിനിമ കാണുവാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഞങ്ങളുടെ ഏരിയയിലെ രണ്ടാമതൊരു ഷോ കൂടി ഈ സിനിമയ്ക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ചയാണ് ആ ഷോ. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. 6:30 ഷോ. നമ്മുടെ സുഹൃത്തുക്കൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ഈ സിനിമ കാണുവാനുള്ള ആവേശത്തിലാണ് ഞാൻ മാത്രമല്ല, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് എല്ലാവരെയും ഫോൺ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഇവിടെ വെച്ച് നമുക്ക് കാണാം എന്നാണ് എല്ലാവരും നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മുടെ സിനിമ കണ്ടിട്ട് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. കുറുപ്പുന്നർ സ്വദേശിയായ ജോസാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. വളരെ ആകാംക്ഷാഭരിതമായിട്ട് ഈ സിനിമ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അതെ ലൂസിഫർ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജോസന്റെ ഫാമിലി ഉണ്ട്, പിന്നെ വേറെ കുറേ മലയാളികൾ വന്നിട്ടുണ്ട്. മോളവിടെയുണ്ട്. മോഹൻലാൽ എങ്ങനെയുണ്ട്? മോഹൻലാൽ അടിപൊളിയല്ലേ? മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. മോഹൻലാലിനെ കാണാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ സ്വദേശിയായ അർജുനാണ്. അർജുൻ, ലൂസിഫറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് അർജുൻ്റെ വൈഫാണ്. ലൂസിഫറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ ആകാംക്ഷ വരുന്നതല്ലേ നിങ്ങൾ ലൂസിഫർ കാണാനായിട്ട്? വളരെ നല്ല അഭിപ്രായമാണ്. മോഹൻലാലിൻ്റെ 200 കോടിയിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ഉത്സവത്തിലാണ് ഞങ്ങളെല്ലാവരും. ഈ ന്യൂകാസ്റ്റിൽ തന്നെ എല്ലാ മലയാളികളും വളരെ പ്രതീക്ഷയിലാണ് ഈ സിനിമ കാണാൻ വേണ്ടി നിൽക്കുന്നത്. കണ്ടല്ലോ, മലയാളികൾ അത്ര ആവശ്യത്തോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഈ ഷോ കാണാൻ വേണ്ടി. ഇത് സ്റ്റെല്ലാജി, ഇത് ബിന്ദു, ഞങ്ങൾ ഫ്രണ്ട്സാണ്. ലൂസിഫർ സിനിമ കാണാനായിട്ട് വളരെ സന്തോഷത്തോടെ വന്നിരിക്കുകയാണ്. എന്താണ് ലൂസിഫർ സിനിമ കാണാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? കാണാൻ വന്നിരിക്കുമല്ലേ, വളരെ ആകാംക്ഷയോടെ. കണ്ടോ, വളരെ ആകാംക്ഷ വരുന്നത്. ഞങ്ങളുടെ ഒരു ഉത്സവ പ്രതീതിയിലാണ് ഇപ്പോൾ എല്ലാവരും. ലൂസിഫർ കാണാൻ എങ്ങനെ ആകാംക്ഷയിലാണോ? നല്ല ഭയങ്കര ആകാംക്ഷയിലാണ്. നമ്മൾ വീക്സിൽ ആയിട്ട് ഇതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണമാസം മൂവിയാണെന്നാണ് കേട്ടത്. മരണമാസം ഓസ്ട്രേലിയൻ മലയാളികളുടെ അഭിപ്രായമാണ്. നമുക്ക് എന്തായാലും കാണാം. ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. Okay. Hello, all the best. All the best. Correct. നല്ല അഭിപ്രായമല്ലേ സിനിമയെ കുറിച്ച്? അപ്പം മോഹൻലാൽ ഫാനാണ് ഞങ്ങൾ. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഹൈ എക്സ്പെക്ടേഷൻ സിനിമ കാണുന്നത് ഇത് അടിപൊളി സിനിമയാണ്. നമ്മൾ ഓസ്ട്രേലിയയിലൊന്നും ഒരു കാര്യമുണ്ടോ? മലയാളികളാവുമ്പോൾ മലയാള സിനിമ വന്നാൽ കാണണം. നല്ല അഭിപ്രായമാണ് ഇതുവരെ ഉണ്ടായേക്കുന്നത്. ഇനി മുമ്പ് ആയിരിക്കും. ലിജിൻ, മോഹൻലാൽ സിനിമ കാണാൻ വളരെ ആകാംക്ഷയായിട്ട് വന്നിരിക്കുകയാണോ? മോഹൻലാൽ സിനിമ എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, അടിപൊളിയാ. ഇപ്പോൾ ഇതിനുള്ള സമയമായി. നമുക്ക് കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം കൂടി ഇപ്പോൾ നമുക്ക് കേൾക്കാം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇതൊരു സൂപ്പർ മോഹൻലാലിൻ്റെ അടിപൊളി പെർഫോമൻസ്. അടുത്ത സെക്കൻഡ് ഹാഫിന് വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. സൂപ്പർ തകർപ്പൻ പെർഫോമൻസ് മോഹൻലാൽ. പടം കുഴപ്പമില്ല, വളരെ ഭംഗിയായിട്ട് എടുത്തേക്കുന്നത്. നല്ല സിനിമയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഡയറക്ഷൻ. കുഴപ്പമില്ല, നല്ലൊരു കൊമേഴ്ഷ്യൽ മൂവി, കുറേ ഫൈറ്റ് ഉണ്ട്.
നല്ല സിനിമയാണ്, കണ്ടുകൊണ്ടിരിക്കാം, ബോറടിക്കുന്നു. മോഹൻലാൽ അടിപൊളി. മോഹൻലാൽ അടിപൊളി. I just watched the movie. It's one of the best ever movies made in Malayalam. One of the best ever Mohanlal performances ever. That guy is a legend, true legend. A must watch, a 10-time watch movie. അടിപൊളി മൂവി. ഇതുപോലൊരു മൂവി ഞാനൊരു നൂറ്റാണ്ടി കണ്ടിട്ടില്ല. കിടിലം മോഹൻലാൽ. സിനിമയുടെ പ്രദർശനം അവസാനിച്ചിരിക്കുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയായി മോഹൻലാലും ഒരു സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജും തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് ഇവിടെ ഓസ്ട്രേലിയൻ മലയാളികൾ നൽകുന്ന സ്വീകരണവും അവരുടെ പ്രതികരണവും നിങ്ങൾ കണ്ടു. ഈ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ ചിത്രീകരണത്തിൽ എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസ് തീർച്ചയായും ഇതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.